നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഇന്ദ്രജാലം എന്ന കല കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കിയ എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. നമസ്തേ. നമസ്കാരം. നമ്മുടെ വിഷയം ആരോ ഒരാൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്രയിലോ ഒരു ദിവസത്തിലോ എവിടെ നിന്നോ വന്നു ചേർന്ന ഒരു വ്യക്തി, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ഒരു പവറാവാം, എന്തുകൊണ്ടാവാം, എന്നിട്ട് നമുക്കൊരു നിർണായകമായ ഒരു വിളക്കുകാല പോലെ ഒരു വഴികാട്ടിയായി നിന്നിട്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ എവിടേക്കോ മറഞ്ഞു പോയ ഒരാൾ. ഒരുപക്ഷെ പലരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാകും. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. മാജിക്കിൻ്റെ ഈ യാത്രക്കിടയിൽ ഞാൻ വളരെ കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ് ജാലവിദ്യാരംഗത്തുള്ള യാത്ര. അപ്പോൾ ആ ഒരു കാലം മുതൽ ഒരുപാട് പേര് അങ്ങനെ മാന്ത്രിക രംഗത്തെ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വഴിവെളിച്ചമായിട്ടൊരു വെളിച്ചം കാണിച്ച് ഇതാണ് നിങ്ങളുടെ വഴി എന്ന് തെളിച്ച് തന്ന് അതിനുശേഷം അപ്രത്യക്ഷമായ ഒരുപാട് പേരുണ്ട്. പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത്, ഇന്നും ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നൊരു മുഖം എന്ന് പറയുന്നത്, 2002 ഞങ്ങൾ വിസ്മയ ഭാരതയാത്ര നടത്തിയത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളൊരു യാത്ര. അതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് നടത്തിയ ഇന്ത്യ യാത്ര. ഭാരതത്തിൻ്റെ അഖണ്ഡതയുടെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യാത്ര. ആ യാത്രക്കിടയിൽ ഒരുപാട് കഠിനാധ്വാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ആ യാത്ര ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ആവശ്യം പോലെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും ഞങ്ങൾ ധാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുത്തെ കയറുകട്ടിലിൽ ഉറങ്ങി. ട്രൂപ്പിലെ പെൺകുട്ടികൾ 7 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ വണ്ടിക്കകത്ത് പൂട്ടിയിട്ട്, കാരണം അടച്ചിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെയായിരുന്നു ആ യാത്ര ചെയ്തത്. ഭക്ഷണം പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്യാസ് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ചില ഗ്രാമങ്ങളിൽ പോയി അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ലച്ചുഹ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ മനോഹരമായൊരു ഗ്രാമമാണ്. ലച്ചുഹ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കുറേ ആളുകൾ ഈ ഒരു വാഹനത്തിനകത്ത് വരച്ചു വച്ചിരിക്കുന്ന ദേശീയ പതാകയും അതുപോലെ തന്നെ വിസ്മയ ഭാരതയാത്ര എന്നുള്ള ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള വാക്കുകളും ഒക്കെ വായിച്ച് ഞങ്ങളുടെ കൂടെ കൂടി. അതിലപ്പുറം ഞാൻ ഓർക്കുന്നത്, അന്ന് നീനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. നീനു എനിക്ക് തോന്നുന്നൊരു 8 വയസ്സ് അല്ലെങ്കിൽ ഒരു 9 വയസ്സ് കൂടിയാൽ അത്രയേ ഉള്ളൂ. പക്ഷേ നീനു ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ പതാക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ അക്ഷരം അറിയാത്ത ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. അക്ഷരം അറിയാത്ത ആളുകൾക്ക് അക്ഷരം പഠിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്ദ്രജാലങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുക, സാക്ഷരതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ജാലവിദ്യകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ജാലവിദ്യ പരിപാടിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. അക്ഷരം അറിയാത്ത ഒരാളോട് പറയാവുന്ന ഭാഷയിൽ പറഞ്ഞ് ആ ലോകത്തേക്ക്, അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് അവർ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും, അദമ്യമായിട്ടുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവുന്ന രീതിയിലുള്ളൊരു പ്രത്യേക ജാലവിദ്യ പരിപാടിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. ആ യാത്ര പോകുന്നു. നീനു എന്ന് പറയുന്ന കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയുടെ ചെമ്പിച്ച മുടി, അതുപോലെ തന്നെ, പക്ഷേ ഒരു കാര്യം, ആ കുട്ടിയുടെ കണ്ണുകൾ നിഷ്കളങ്കമായ കണ്ണുകൾ, ഒരു കളങ്കവുമില്ലാത്ത, പക്ഷേ കണ്ണുകൾ അത്രമാത്രം ആകർഷണമുള്ള കണ്ണുകളായിരുന്നു നീനുവിൻ്റേത്. ആ കുട്ടി എങ്ങനെ എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ട്രൂപ്പിനകത്തുള്ള കുറച്ച് പെൺകുട്ടികൾക്ക് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു, നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയായിട്ട് വല്ലാത്തൊരു ചങ്ങാത്തത്തിലായി. ഞങ്ങളവിടെ പോയി വാഹനം നിർത്തി. ഞങ്ങളുടെ കയ്യിൽ പാത്രങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. ഒരടുപ്പ്, അതുപോലെ തന്നെ കുറേ വിറകെല്ലാം കൊണ്ടുവന്ന് കത്തിക്കുന്നു, ഗ്യാസ് കണക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു. പക്ഷേ പയർ പറിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നീനു എങ്ങനെയോ ഞങ്ങളുമായിട്ട് വല്ലാത്തൊരു സൗഹൃദത്തിലായി, എല്ലാവരുമായിട്ടും. നീനു ഒരു കളിക്കൂട്ടുകാരി, ഒരു കുഞ്ഞു കുട്ടി. ഞങ്ങളുടെ എനിക്കൊക്കെ ആ ഒരു മോളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുന്ന രീതിയിലായിരുന്നു. പക്ഷേ നീനു അത്ര എന്താ പറയുക, അതൊരു വൃത്തിയുള്ള നീനൊന്നുമല്ല. കാരണം എന്താ പറയുക, ചെമ്പിച്ച മുടിയും അതുപോലെ തന്നെ കുളിക്കാത്ത ശരീരവും, പക്ഷേ കീറിപ്പറഞ്ഞ ഡ്രസ്സുകളും ഒക്കെയാണ്. എങ്കിൽ പോലും നീനുവിൻ്റെ മുഖത്തെവിടെയോ വല്ലാത്തൊരു നിഷ്കളങ്കതയും വല്ലാത്തൊരു സൗന്ദര്യവും നീനുവിനുണ്ടായിരുന്നു.